നമസ്കാരം, എൻ്റെ പേര് ഗ്ലെൻജി. ഞാൻ ഹെൽത്ത് ഇൻഷുറൻസ് അഡ്വൈസറാണ്. അപ്പോൾ അതുപോലെ തന്നെ വീണ്ടും ഒരു കമ്പാരിസൺ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നല്ലൊരു മികച്ച ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ സെർച്ച് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാനായിട്ടും ശ്രമിക്കുക. ഇന്ന് നമ്മൾ കമ്പാരിസൺ വേണ്ടി എടുത്തേക്കുന്ന 5 കമ്പനികളുടെ പ്രൊഡക്റ്റുകളാണ്. ഒന്ന് കെയർ ഹെൽത്ത് സുപ്രീം എന്ന് പറയുന്നൊരു പോളിസി. അതുപോലെ ആദിത്യ ബിർലയുടെ പുതിയൊരു പ്രൊഡക്റ്റായിട്ടുള്ള ആക്റ്റീവ് 1 മാക്സ് എന്ന് പറയുന്നൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ നിവോപ്പയുടെ പുതിയൊരു പ്രൊഡക്റ്റാണ് എസ്പയർ ടൈറ്റാനിയം പ്ലസ് എന്ന് പറയുന്നൊരു പ്രൊഡക്റ്റ്. അതുപോലെ സ്റ്റാർ ഹെൽത്തിൻ്റെ സ്മാർട്ട് ഹെൽത്ത് പ്രോ, അതുപോലെ ടാറ്റേജിൻ്റെ പുതിയ പ്രൊഡക്റ്റായിട്ടുള്ള ഹെൽത്ത് സൂപ്പർ ചാർജ് ജിയോ പ്ലാൻ. ഇങ്ങനെ 5 കമ്പനികളുടെ പ്രൊഡക്റ്റുകളാണ് നമ്മളൊരു കമ്പാരിസൺ വേണ്ടി നമ്മൾ എടുത്തേക്കുന്നത്. കമ്പാരിസണിൽ കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ഒരു സജഷനാണ്, ഇതൊരു കമ്പാരിസൺ വീഡിയോ ആണ്. അപ്പോൾ അമിതമായിട്ടൊരു കമ്പാരിസണിലേക്ക് പോകുന്നതിന് ഉപരി നമ്മൾ ഏതെങ്കിലും ഒരു പോളിസി എടുത്തു വെക്കാനായിട്ട് ശ്രമിക്കുക. പോളിസി എടുത്തു വെച്ചതിന് ശേഷം കൂടുതലായിട്ടുള്ള കമ്പാരിസണിലേക്ക് പോകുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു അസുഖങ്ങളോ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ എക്സാമ്പിൾ പറയുമ്പോൾ ECG വേരിയേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്യാൻസറോ അല്ലെങ്കിൽ കാർഡിയക് ഇഷ്യൂസൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പോളിസികളൊന്നും എടുക്കാനായിട്ട് പറ്റും. നല്ല നല്ല പോളിസികളാണ് അതൊക്കെ. പക്ഷേ ഇങ്ങനെ ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനി ചിലപ്പോൾ ക്ലെയിം തരണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് അമിതമായ കമ്പാരിസണിലേക്ക് പോകാതിരിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഒത്തിരി പേര് ഒരു 4-5 മാസം മുമ്പ് വിളിച്ചവർ പോലും ഇപ്പോഴും കമ്പാരിസൺ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ ഒരു കമ്പാരിസൺ സ്റ്റഡി ചെയ്തപ്പോൾ മനസ്സിലാക്കിയൊരു കാര്യം, ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളും സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് കൊടുക്കുന്നത്. അത് വലിയ വ്യത്യാസമൊന്നുമില്ല, ഫീച്ചേഴ്സൊക്കെ ഓൾമോസ്റ്റ് ഒക്കെ സെയിം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ജസ്റ്റ് ഒരു സ്റ്റഡി പർപ്പസിന് വേണ്ടി മാത്രമായിട്ട് ഉപയോഗിക്കുക. അമിതമായിട്ട് കമ്പാരിസണിലേക്ക് പോകാതിരിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ആദ്യമായിട്ട് എടുത്തത് കമ്പാരിസണിന് വേണ്ടിയിട്ട് ഏജ് ലിമിറ്റാണ്. ഇതിൽ ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ കെയർ ഹെൽത്ത് സുപ്രീമിലാണെങ്കിൽ 18 വയസ്സ് മുതൽ നമുക്ക് ജോയിൻ ചെയ്യാം. ഏജ് ലിമിറ്റ് അങ്ങനെ സ്പെസിഫൈ ചെയ്ത് പറയുന്നില്ല. ആദിത്യ ബിർലയിലായാലും അങ്ങനെ തന്നെയാണ്, 18 വയസ്സിൽ നമുക്ക് ജോയിൻ ചെയ്യാം. അങ്ങനെ ഏജ് ലിമിറ്റ് പറയുന്നില്ല, നമുക്ക് ഏത് പ്രായത്തിലുള്ളവർക്കും ഈ ഒരു പോളിസിയിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ നിവോപ്പയുടെ പുതിയൊരു പ്ലാനാണ് എസ്പയർ. അതിൽ ടൈറ്റാനിയം പ്ലസ് എന്ന് പറയുന്നൊരു വേരിയൻ്റാണ് എടുത്തേക്കുന്നത്. അതിൽ എങ്ങനെ വരുന്നത് വെച്ചാൽ 18 വയസ്സ് മുതൽ 65 വയസ്സ് വരെയാണ് നമുക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുക. മറ്റുള്ള കമ്പനിയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നൊരു കാര്യം, ഇവിടെ 30 വയസ്സ് വരെ കുട്ടികളെ ഒരു പോളിസിയിൽ കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഒരു പ്രത്യേകത. സ്റ്റാർ ഹെൽത്തിൻ്റെ സ്മാർട്ട് ഹെൽത്ത് പ്രോയിൽ നോക്കുകയാണെങ്കിൽ 18 വയസ്സ് മുതൽ 50 വയസ്സ് വരെയാണ് ഇതിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതുപോലെ ടാറ്റയുടെ ജിയോ പ്ലാനിൽ നോക്കുകയാണെങ്കിൽ 18 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ളവർക്കാണ് ഈ ഒരു പോളിസികളിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുക. അതുപോലെ രണ്ടാമതായിട്ട് പരിഗണിക്കുന്ന കാര്യം സം ഇൻഷുർഡാണ്. നമുക്ക് കെയർ ഹെൽത്തിലാണെങ്കിൽ 5 lakh മുതൽ 1 കോടി വരെയുള്ള കവറേജ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആദിത്യ ബിർലയിലാണെങ്കിൽ 5 lakh മുതൽ 2 CR വരെയുള്ളത് അവൈലബിൾ ആണ്. നിവോപ്പയിലാണെങ്കിൽ 5 lakh മുതൽ 1 CR. സ്റ്റാർ ഹെൽത്തിലാണെങ്കിൽ 5 lakh മുതൽ 1 CR വരെ എടുക്കാൻ പറ്റുന്നുണ്ട്. ടാറ്റേജിലാണെങ്കിൽ 5 lakh മുതൽ 20 ലക്ഷം വരെയുള്ള സം ഇൻഷുർഡാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ടാറ്റയുടെ ഈ പോളിസി എടുത്ത് പറയുമ്പോൾ ഹെൽത്ത് സൂപ്പർ ചാർജ് ജിയോ പ്ലാൻ, ഇതൊരു സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തേക്കുന്ന ഒരു പോളിസിയാണ് ടാറ്റയിൽ മെയിനായിട്ട് ഒരു പ്രീമിയം പ്രൊഡക്റ്റ് ടാറ്റയുടെ മെഡിക്കെയർ പ്രീമിയറാണ്. പിന്നെ മെഡിക്കെയർ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ജിയോ പ്ലാൻ വരുന്നത്. ഒരു സാധാരണക്കാരനെ ഫോക്കസ് ചെയ്യുന്നൊരു പ്രൊഡക്റ്റാണ് ടാറ്റേജിയുടെ പ്രൊഡക്റ്റ്. അതുപോലെ റൂം റെൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് റൂം റെൻറ്റ്. കാരണം നമുക്ക് ഈ പറഞ്ഞ പോലെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ നോർമൽ റൂമൊക്കെ ആയിരിക്കും പറയാം, പക്ഷേ ചില സാഹചര്യങ്ങളിൽ റൂം അവൈലബിൾ അല്ലാത്ത ഒരു സാഹചര്യം വരാണെങ്കിൽ നമുക്ക് എനി റൂം ഫീച്ചേഴ്സ് വളരെയധികം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു ഫീച്ചറാണ്. കെയർ ഹെൽത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് എനി റൂം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ആദിത്യ ബിർലയിലാണെങ്കിലും എനി റൂമാണ്, നിവോപ്പയിലും അത് എനി റൂമാണ്, സ്റ്റാർ ഹെൽത്തിലായാലും എനി റൂം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ടാറ്റേജിലേക്ക് വരാണെങ്കിൽ സിംഗിൾ പ്രൈവറ്റ് ഐസ് റൂമാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്തതായിട്ട് നമ്മൾ പരിഗണിക്കുന്ന ഒരു ഫീച്ചർ കുമുലേറ്റീവ് ബോണസാണ്. കുമുലേറ്റീവ് ബോണസ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒരു 10 ലക്ഷത്തിൻ്റെ ഒക്കെ ഒരു പോളിസി എടുക്കാമെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ ക്ലെയിം ഉണ്ടെങ്കിൽ, ഇപ്പോഴത്തെ സമയത്ത് നോക്കുകയാണെങ്കിൽ ക്ലെയിം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും ഇൻഷുറൻസ് കമ്പനികൾ ബോണസ് പോലെ നമ്മുടെ സം ഇൻഷുർഡ് കൂട്ടി കൊടുക്കാറുണ്ട്. അപ്പോൾ അതാണ് ഈ കുമുലേറ്റീവ് ബോണസ് ഉദ്ദേശിക്കുന്നത്. ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ കെയർ ഹെൽത്തിലേക്ക് നോക്കുകയാണെങ്കിൽ 10 ലക്ഷത്തിന് നമ്മളൊരു പോളിസി എടുക്കുകയാണെങ്കിൽ അതിലൊരു 100% അതിൽ ഇൻബിൽട്ടാണ്. അതായത് 10 ലക്ഷത്തിൻ്റെ ഒരു പോളിസി നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ നമുക്കത് 20 ലക്ഷമായിട്ട് മാറുന്നുണ്ട്. അതിന് പുറമെ ഒരു റൈഡർ അവരുടെ കൊണ്ടുവന്നിട്ടുണ്ട്, കുമുലേറ്റീവ് ബോണസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ആ റൈഡർ ഓൾറെഡി അത് ഇൻബിൽട്ടാണ്. 45 വയസ്സ് വരെയുള്ളവർക്ക് ആ ഒരു റൈഡർ ഇൻബിൽട്ട് ആയിരിക്കും അതിൽ. അപ്പോൾ ആ ഒരു റൈഡർ ഉള്ളത് കൊണ്ട് നമ്മളൊരു 10 ലക്ഷത്തിൻ്റെ പോളിസി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് പ്രീമിയം നടക്കുന്നു വേണ്ട, 70 ലക്ഷം വരെ ആവുന്നവരെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാ കമ്പനിയിലും അത് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ആദിത്യ ബിർലയിലേക്ക് വരാണെങ്കിൽ ഇൻബിൽട്ടാണ്, അതായത് 500 times
കുമുലേറ്റീവ് ബോണസായിട്ട് കൊടുക്കുന്നുണ്ട്. 10 ലക്ഷം എടുത്തിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ 50 ലക്ഷം ആവുന്ന വരെ ഓട്ടോമാറ്റിക്കായിട്ട് പോകുന്നുണ്ട്. അതുപോലെ നിവകുപ്പയിലാണെങ്കിൽ ഏജ് അനുസരിച്ചാണ് ബോണസ് അവർ കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു 18 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ളവർക്കാണെങ്കിൽ 10x കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 36 മുതൽ 45 വയസ്സ് വരെയുള്ളവർക്കാണെങ്കിൽ 5x ആണ്. 46 വയസ്സിന് മുകളിലുള്ളവർക്ക് 3x. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് എക്സ്പയർ ആണ്. റീഅഷ്യൂർഡ് 2.0 ആയിരുന്നു ഇത്ര കാലഘട്ടങ്ങളിൽ, കഴിഞ്ഞ കാലങ്ങളിൽ ബൂപ്പ കൊടുത്തിരുന്നൊരു പ്രൊഡക്റ്റ്, കൂടുതലായിട്ട് കൊടുത്തിരുന്നൊരു പ്രൊഡക്റ്റ് അതായിരുന്നു. ഇപ്പോഴാണ് എക്സ്പയർ കഴിഞ്ഞേക്ക് ഒരു മാസത്തോളം ആയിട്ടുള്ള എക്സ്പയർ ഇറങ്ങിയിട്ട്. എക്സ്പയറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റേണിറ്റി കവറേജ് എക്സ്ട്രാ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ റീഅഷ്യൂറിൽ ഉണ്ടായിരുന്ന ഒരു ഭയങ്കര നെഗറ്റീവ് മോഡേൺ ട്രീറ്റ്മെൻറ്റ്, റോബോട്ടിക് സർജറികൾക്ക് ഒരു ലിമിറ്റ് പറഞ്ഞായിരുന്നു. പക്ഷേ അത് പൂർണ്ണമായിട്ടും ഇതിലവർ മാറ്റിയിട്ടുണ്ട്. ഇതിൽ 10x കവറേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു 10 ലക്ഷത്തിൻ്റെ പോളിസി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 1 CR വരെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇപ്പോൾ 10 എടുത്തിട്ടുണ്ട് സെക്കൻഡറി 20, 30, 40 അങ്ങനെ 1 CR ആവുന്ന വരെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതിൽ 35 വയസ്സ് വരെയുള്ളവർക്കാണ് ഈ ഒരു ഫീച്ചർ എക്സ്പയറിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്മാർട്ട് ഹെൽത്ത് സ്റ്റാർ ഹെൽത്തിലേക്ക് നോക്കുകയാണെങ്കിലും ഈ ഫീച്ചേഴ്സ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. 600 ടൈംസ് നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും നമ്മുടെ സം ഇൻഷുർഡ് റൈഡർ ആഡ് ചെയ്യുകയാണെങ്കിൽ. അതുപോലെ തന്നെ ടാറ്റേജിലും ജിയോ പ്ലാനിലായാലും 500 ടൈംസ് വരെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇയർലി 50% വെച്ചിട്ടാണ് കൂടുന്നത്. അതായത് നമ്മുടെ സം ഇൻഷുർഡ് നമുക്ക് 500 ടൈംസ് വരെ കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ അടുത്തായിട്ടുള്ള ഒരു ഫീച്ചറാണ് റീസ്റ്റോറേഷൻ അല്ലെങ്കിൽ റീഫിൽ എന്നൊക്കെ പറയുന്നൊരു ഫീച്ചർ. എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു 10 ലക്ഷത്തിൻ്റെ പോളിസി എടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞു, അതേ വർഷം വീണ്ടും നമുക്കൊരു 10 ലക്ഷം വരെ ആണെങ്കിൽ നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇതൊക്കെ ഇപ്പോൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ് ഇന്നത്തെ പ്രോഡക്റ്റ്. കുറച്ചും കൂടിയും ഫീച്ചേഴ്സ് ഉണ്ട്, ഒത്തിരി നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു 10 ലക്ഷത്തിൻ്റെ ഒരു പോളിസി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും 10 ലക്ഷം, അതിൽ അൺലിമിറ്റഡ് ടൈംസ് നമുക്ക് കവറേജ് കിട്ടും. അപ്പോൾ കെയർ ഹെൽത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 10 ലക്ഷത്തിൻ്റെ പോളിസിയാണ് നമ്മൾ എടുത്തേക്കുന്നത് വിചാരിക്കുക. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും നമുക്കൊരു 10 ലക്ഷം അൺലിമിറ്റഡ് ആയിട്ട് കിട്ടും. അത് ഓരോ ഫാമിലി മെമ്പേഴ്സിന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അൺലിമിറ്റഡ് ആയിട്ട്. അപ്പോൾ എല്ലാ ഇൻഷുറൻസ് കമ്പനിയിലും ഇപ്പോൾ അൺലിമിറ്റഡ് ആയിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് 10 ലക്ഷം ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും മറ്റുള്ള മെമ്പേഴ്സിനായാൽ പോലും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാത്തിലും അൺലിമിറ്റഡ് ആണ്. കെയർ ഹെൽത്തിലായാലും ആദിത്യ ബിർളയിലായാലും എല്ലാ ഇൻഷുറൻസ് കമ്പനിയിലും നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് കിട്ടുന്നുണ്ട്. സ്റ്റാർ ഹെൽത്തിലും കിട്ടുന്നുണ്ട്. റൈഡർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കവർ ചെയ്യും അൺലിമിറ്റഡ് ആയിട്ട്. അതുപോലെ തന്നെ ടാറ്റേജിലാണെങ്കിലും റൈഡർ കൊണ്ടുവന്നിട്ടുണ്ട്. അത് റൈഡർ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നമുക്കൊരു 10 ലക്ഷത്തിൻ്റെ പോളിസിയാണ് നമ്മൾ എടുത്തേക്കുന്നത് വിചാരിക്കുക. ആ 10 ലക്ഷം ഉപയോഗിച്ച് അതേ വർഷം തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാലും വീണ്ടും നമുക്ക് 10 ലക്ഷം ഉപയോഗിക്കാം. അത് അൺലിമിറ്റഡ് ടൈംസ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ പലപ്പോഴും സംശയം ഉണ്ടാകുന്നൊരു കേസ് പലരും ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ഒരു 5 ലക്ഷത്തിൻ്റെ പോളിസി എടുത്തു കഴിഞ്ഞാൽ അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻ ഉള്ളതുകൊണ്ട് എത്ര വരെ യൂസ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ചോദിക്കാറുണ്ട്. അങ്ങനെയല്ല, നമുക്ക് 10 ലക്ഷത്തിൻ്റെ പോളിസി എടുത്ത ആൾക്ക് ആ 10 ലക്ഷം ഉപയോഗിച്ച് കഴിയുമ്പോഴാണ് വീണ്ടും റീസ്റ്റോറേഷൻ അൺലിമിറ്റഡ് ടൈംസ് കിട്ടുന്നത്. അതിപ്പോൾ പാർഷ്യലി കഴിഞ്ഞാലും നമുക്ക് കിട്ടും. ഇപ്പോൾ ഫുള്ള് കഴിഞ്ഞില്ലെങ്കിലും നമുക്ക് വീണ്ടും കിട്ടും നമുക്ക്. പക്ഷേ ആ 10 ലക്ഷമാണ് നമ്മൾ എടുത്തേക്കുന്ന ഒരു സം ഇൻഷുർഡ് എത്രയാണ് ആ ഒരു എമൗണ്ട് വെച്ചിട്ടാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അത് നമ്മൾ നോട്ട് ചെയ്യുക. അതുപോലെ ഡേ കെയർ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചില അസുഖങ്ങൾക്കൊന്നും 24 മണിക്കൂർ ട്രീറ്റ്മെൻറ്റ് ആവശ്യകത ഇല്ല. ഈ ടെക്നോളജി ഡെവലപ്മെൻറ്റ് മൂലമുള്ള ട്രീറ്റ്മെൻറ്റുകൾക്കൊന്നും 24 മണിക്കൂർ ആവശ്യകതയായിട്ട് വരുന്നില്ല. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാ ഇൻഷുറൻസ് കമ്പനി ഡേ കെയർ ട്രീറ്റ്മെൻറ്റ് കവർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ എക്സാമ്പിൾ പറയുമ്പോൾ കാറ്ററാക്ട് അല്ലെങ്കിൽ കീമോതെറാപ്പി, ഓറൽ കീമോതെറാപ്പി, ഇതൊന്നും 24 മണിക്കൂർ ആവശ്യമായിട്ട് വരുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് ഇങ്ങനത്തെ കാറ്റഗറിയിൽ പെടുന്നവയാണ് ഡേ കെയർ പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. ഇതൊക്കെ നമുക്ക് എല്ലാ ഇൻഷുറൻസിലും അത് കവർ ചെയ്ത് കിട്ടുന്നുണ്ട്. ഇപ്പോൾ എല്ലാ 5 കമ്പനി നോക്കുകയാണെങ്കിൽ ഓൾ ഡേ കെയർ ട്രീറ്റ്മെൻറ്റ് കവേർഡ് ആയിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്തൊരു ഫീച്ചറാണ് പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ. അതായത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നതിന് മുമ്പുള്ള ചിലവുകളും ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ബില്ലുകളും നമുക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത് റീഇംബേഴ്സ്മെൻറ്റ് ആയിരിക്കും, ക്യാഷ്ലെസ് ആയിട്ട് കിട്ടില്ല. നമ്മുടെ കയ്യിൽ കിട്ടുന്നൊരു എമൗണ്ട് ആയതുകൊണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്തൊക്കെ ക്യാഷ്ലെസ് ആയിട്ട് കിട്ടും നമുക്ക്. പക്ഷേ അഡ്മിറ്റ് ആവുന്നതിന് മുമ്പുള്ളതും ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ബില്ലുകൾ നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാം. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കമ്പനി, ഇപ്പോൾ കേരളം നോക്കുകയാണെങ്കിൽ 60-180 ദിവസത്തെ ബില്ലുകൾ നമുക്ക് അഡ്മിറ്റ് ആവുന്നതിന് മുമ്പുള്ള 60 ദിവസത്തെ ബില്ലുകളും ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള 180 ദിവസത്തെ ബില്ലുകൾ സബ്മിറ്റ് ചെയ്യാം. ആദിത്യ ബിർളയിലാണെങ്കിൽ 90-180 കുറച്ചുകൂടി കൂടുതലുണ്ട്. അതുപോലെ തന്നെ നിവകുപ്പയിലാണെങ്കിൽ 60-180 ദിവസത്തെ ബില്ലുകൾ സബ്മിറ്റ് ചെയ്യാം. സ്റ്റാർ ഹെൽത്തിലാണെങ്കിലും 60-180, ടാറ്റയിലേക്ക് വരികയാണെങ്കിൽ 90-90. അപ്പോൾ ഈ പറയുന്ന പോലെയുള്ള ബില്ലുകൾ നമുക്ക് സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മോഡേൺ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ പലതരത്തിലുള്ള റോബോട്ടിക് സർജറികൾ, അതുപോലെ തന്നെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ് നമ്മുടെ മെഡിക്കൽ സയൻസ്. അതുകൊണ്ട് തന്നെ അത് നല്ലൊരു ഫാക്ടറാണ് നമ്മൾ പരിഗണിക്കുന്നത്. എപ്പോഴും മോഡേൺ ട്രീറ്റ്മെൻറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ കെയർ ഹെൽത്തിലാണെങ്കിൽ അപ് ടു സം ഇൻഷുർഡ് വരെ കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ ആദിത്യ ബിർളയിലാണെങ്കിലും അപ് ടു സം ഇൻഷുർഡ് വരെ കവർ ചെയ്യുന്നുണ്ട്. നിവകുപ്പയിലാണെങ്കിലും എസ്പെയറിലാണെങ്കിലും അപ് ടു സം ഇൻഷുർഡ് കവർ ചെയ്യുന്നുണ്ട്. ഇത് നിവകുപ്പയുടെ കാര്യത്തിൽ എടുത്തു പറയാനായിട്ടുള്ള കാരണം റീഅഷ്യൂർഡ് 2.0 ഒരു സബ്ലിമിറ്റ് റോബോട്ടിക് സർജറികൾക്ക് പറഞ്ഞായിരുന്നു. എസ്പെയറിലേക്ക് വന്നപ്പോൾ അത് കംപ്ലീറ്റ്ലി അപ് ടു സം ഇൻഷുർഡ് വരെ നമുക്ക് യൂസ് ചെയ്യാം.
സ്റ്റാർ ഹെൽത്തിലാണെങ്കിൽ നമുക്ക് അപ് ടു സം ഇൻഷുർഡ് വരെ യൂസ് ചെയ്യാം. ടാറ്റേജിലാണെങ്കിൽ ഒരു ലിമിറ്റ് അവർ പറയുന്നുണ്ട്. ചില ട്രീറ്റ്മെൻറ്റുകൾക്ക് ഒരു പർട്ടിക്കുലർ സബ് ലിമിറ്റ് പറയുന്നുണ്ട്. നമുക്ക് ബ്രോഷർ നോക്കി കഴിഞ്ഞാൽ അറിയാനായിട്ട് സാധിക്കും അതിൻ്റെ. അതുപോലെ തന്നെ അടുത്തൊരു ഫീച്ചറാണ് ആയുഷ് ട്രീറ്റ്മെൻറ്റ്. ആയുർവേദം, യുനാനി, സിദ്ധ ഇതുപോലുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെ നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസിൽ കവർ ചെയ്ത് കിട്ടും. എല്ലാ ഇൻഷുറൻസ് കമ്പനികളിലും നമുക്ക് ആയുർവേദം കവർ ചെയ്ത് കിട്ടുന്നുണ്ട്. ഇതിലൊരു വ്യത്യാസമുള്ളത് ടാറ്റയിൽ മാത്രമാണ് നമുക്ക് മാക്സിമം 50,000 വരെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുക. തുടക്കത്തിൽ പറഞ്ഞ പോലെ ടാറ്റയുടെ ഈ ഒരു പ്രൊഡക്റ്റ് സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യുന്നൊരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് കുറച്ച് സബ് ലിമിറ്റ് അതിൽ വരുന്നുണ്ട്. അതുപോലെ നമ്മൾ എടുത്ത് പറയുന്ന മറ്റൊരു ഫീച്ചർ ആനുവൽ ഹെൽത്ത് ചെക്കപ്പാണ്. നമുക്ക് ഇൻഷുറൻസിൽ ഫുൾ ബോഡി ചെക്കപ്പ് അല്ല, ഒരു പ്രിവെൻറ്റീവ് ഹെൽത്ത് ചെക്കപ്പ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് ഒരു നിശ്ചിത എമൗണ്ട്. അപ്പോൾ എല്ലാ ഹെൽത്ത് ഇൻഷുറൻസിലും അത് കവർ ചെയ്യുന്നുണ്ട്. ഒരു സ്പെസിഫിക് ലീസ്റ്റ് പറയുന്നുണ്ട് നമ്മുടെ സം ഇൻഷുറൻസ് അനുസരിച്ചിട്ട്. അപ്പോൾ എല്ലാ ഹെൽത്ത് ഇൻഷുറൻസിലും അത് കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എമർജൻസി റോഡ് ആംബുലൻസ് അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ആംബുലൻസിൽ യാത്ര ചെയ്യേണ്ടി വരികയാണെങ്കിൽ ഇപ്പോൾ കെയർ ഹെൽത്തിൽ നോക്കുകയാണെങ്കിൽ 15 ലക്ഷം വരെ ഉള്ളതിന് 10,000 രൂപയും 15 ലക്ഷത്തിന് മുകളിലുള്ള പോളിസികളിലാണെങ്കിൽ അപ് ടു സം ഇൻഷുർഡ് വരെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബാക്കി എല്ലാ പോളിസികളിലും അപ് ടു സം ഇൻഷുർഡ് വരെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് ആംബുലൻസ് ചാർജ്. അതുപോലെ തന്നെ കൺസ്യൂമബിൾസ് വെച്ചാൽ നോൺ മെഡിക്കൽ ഐറ്റംസ്, പഞ്ഞി, സിറിഞ്ച് അങ്ങനത്തെയുള്ള എക്സ്പെൻസുകളാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാ കമ്പനികളിലും കവേർഡ് ആവുന്നുണ്ട്. നോൺ മെഡിക്കൽ ഐറ്റംസ്, പഞ്ഞി, സിറിഞ്ച് അതൊക്കെ കവർ ചെയ്ത് കിട്ടുന്നുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ടത് ആദിത്യ ബിർളയുടെയും നിവോപ്പയുടെയാണ്. കാരണം ഇവിടെ സാധാരണഗതിയിൽ ഒരു ടേബിളുണ്ട്, അനെക്സ്റ്റർ 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിവോപ്പയിലും ആദിത്യ ബിർളയിലും നമുക്ക് അനെക്സ്റ്റർ 4, അതായത് ഫുൾ എക്സ്പെൻസും കവർ ചെയ്ത് കിട്ടുന്നുണ്ട്. റീഷറിലൊക്കെ നോക്കുകയാണെങ്കിൽ ഉണ്ടായിരുന്നൊരു നെഗറ്റീവ്, നമുക്ക് അനെക്സ്റ്റർ 1 മാത്രമാണ് കവർ ചെയ്തിരുന്നുള്ളൂ. ഇപ്പോൾ ഈ പറയുന്ന ബൂപ്പയിലും ആദിത്യ ബിർളയിലും 4 അനെക്സ്റ്റർ 1, 2, 3 കാറ്റഗറിയിൽ വരുന്ന എല്ലാ നോൺ മെഡിക്കൽ ഐറ്റംസും നമുക്ക് കവർ ചെയ്ത് കിട്ടുന്നുണ്ട്. ഒരു ലീസ്റ്റ് പറയുന്നുണ്ട് അതിൽ. പിന്നെ അതുപോലെ തന്നെ മെറ്റേണിറ്റി കവറേജ് ഇതിൽ എസ്പയർ ഒഴികെ ബാക്കിയൊന്നിലും മെറ്റേണിറ്റി കവറേജ് കിട്ടുന്നില്ല. എസ്പയറിൽ കവർ ചെയ്യുന്നുണ്ടെങ്കിലും ഈ പറയുന്ന പോലെ ഒരു 10 ലക്ഷം എടുത്തു കഴിഞ്ഞാൽ 12,000 രൂപയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ കവറേജ് വളരെ കുറവാണ്. മെറ്റേണിറ്റിയും കൂടി വേണമെന്ന് പ്ലാൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ കുറച്ചുകൂടി അല്ലെങ്കിൽ ഒന്ന് സ്റ്റാർ ഹെൽത്തിൻ്റെ അഷ്യൂറോ അല്ലെങ്കിൽ വുമൺ കെയർ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അതുപോലെ തന്നെ അടുത്തൊരു പോയിൻറ്റ് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആണ് വെയിറ്റിംഗ് പീരീഡ്. നമുക്ക് എല്ലാ ഇൻഷുറൻസിലും പോളിസി എടുത്ത് പിറ്റേ ദിവസം തന്നെ കവർ ചെയ്ത് കിട്ടണമെന്നൊരു നിർബന്ധമില്ല. ഇൻഷുറൻസിൽ വെയിറ്റിംഗ് പീരീഡ് പറയുന്നുണ്ട്. ഇനീഷ്യൽ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. 30 ദിവസമാണ് ഇനീഷ്യൽ ഒരു പോളിസി ആക്റ്റീവ് ആവാനായിട്ട് 30 ദിവസം നമുക്ക് കാലതാമസമുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്പെസിഫിക് ഇൽനസ് വെയിറ്റിംഗ് പീരീഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം പോളിസി എടുത്തു കഴിഞ്ഞാൽ ചില അസുഖങ്ങൾക്കൊക്കെ നമുക്ക് 2 വർഷം വെയിറ്റിംഗ് പീരീഡ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഈ പറയുന്ന പോലെ പൈൽസ്, കിഡ്നി സ്റ്റോൺ, ഹെർണിയ, ജോയിൻറ്റ് പെയിൻ ഇതൊക്കെ 2 ഇയർ നമുക്ക് വെയിറ്റിംഗ് പീരീഡ് ഓൾമോസ്റ്റ് എല്ലാ കമ്പനികളുള്ളതാണ്. നമുക്കൊരു 2 ഇയർ വെയിറ്റിംഗ് പീരീഡ്. അതുപോലെ തന്നെ പ്രീ എക്സിസ്റ്റിംഗ് വെയിറ്റിംഗ് പീരീഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കെയർ ഹെൽത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് 48 മാസമാണ്, അതായത് 4 വർഷമാണ് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസിന് വെയിറ്റിംഗ് പീരീഡ് വരുന്നത്. പക്ഷേ ഇതിൽ ABCD, ആസ്മ, BP, കൊളസ്ട്രോൾ, ഡയബറ്റിക് ഇതിനൊക്കെ 30 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കവറേജ് കിട്ടിത്തുടങ്ങും. മാത്രമല്ല ഇതിലൊരു നമുക്ക് വെയിറ്റിംഗ് പീരീഡ് റെഡ്യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി വരുന്നുണ്ട് കെയർ ഹെൽത്തിൽ. നല്ലൊരു ഫീച്ചറാണത്. അപ്പോൾ ആദിത്യ ബിർളയിലാണെങ്കിലും കുറച്ചുകൂടി ഫീച്ചേഴ്സ് കൂടുതലുണ്ട് ഈ ഒരു കാര്യത്തിൽ. ഇവിടെ നോക്കുകയാണെങ്കിൽ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസിന് 36 മാസമാണ്, അതായത് 3 വർഷമാണ് വെയിറ്റിംഗ് പീരീഡ് വരുന്നത്. ഇവിടെയും ആസ്മ, BP, ഷുഗർ, കൊളസ്ട്രോൾ, അതുപോലെ കുറച്ചുകൂടി ഒബീസിറ്റി, അതുപോലെ തന്നെ ക്രോണിക് ബ്രോങ്കൈറ്റിസ്, ആൻജിയോപ്ലാസ്റ്റി 2 സ്റ്റഡ് ഇട്ടവർക്കൊക്കെ നമുക്ക് ഡേ 1 മുതൽ കവറേജ് കൊടുക്കുന്നുണ്ട് ആദിത്യ ബിർളയിൽ. അപ്പോൾ അത് നല്ലൊരു ഫീച്ചറാണ്, വേറെ എവിടെ ഇല്ലാത്തൊരു ഫീച്ചറാണ്. അതുപോലെ തന്നെ നിവോപ്പയിലാണെങ്കിൽ നോക്കുകയാണെങ്കിൽ BPക്കും ഡയബറ്റിക്കിനും ഡേ 1 മുതൽ കവറേജ് കൊടുക്കുന്നുണ്ട് നമ്മൾ റൈഡർ ആഡ് ചെയ്യുകയാണെങ്കിൽ. സ്റ്റാർ ഹെൽത്തിൽ വരുന്നത് ഈ പറഞ്ഞ പോലെ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് 36, 24, 12 നമുക്ക് റൈഡർ വെച്ചിട്ട് നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ടാറ്റേജിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് ABCD. ഈ പറഞ്ഞ പോലെ 30 ദിവസം തന്നെ നമ്മൾ റൈഡർ ആഡ് ചെയ്യും. അഡ്വാൻസ്ഡ് എന്ന് പറഞ്ഞ അഡ്വാൻസ്ഡ് റൈഡർ കവർ എന്ന് പറയുന്ന റൈഡർ ഉണ്ട്. നമ്മളത് ആഡ് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ BPക്കും കൊളസ്ട്രോളിനൊക്കെ നമുക്ക് 30 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ കവർ ചെയ്ത് കിട്ടുന്നുണ്ട്. ഇതിൽ പ്രീമിയം നോക്കുകയാണെങ്കിൽ നമ്മൾ എടുത്തേക്കുന്നത് ഒരു 4 പേരെയാണ്, ഭാര്യ, ഭർത്താവ്, 2 മക്കൾ. 35, 30, 10, 5 എന്നിങ്ങനെ കാറ്റഗറിയിലാണ്. ഒരു 10 ലക്ഷത്തിൻ്റെ കവറേജ് നോക്കുകയാണെങ്കിൽ കെയർ ഹെൽത്തിൽ വരുന്നത് 17,535 ആണ്. നമ്മുടെ കേരളത്തിലെ റേറ്റാണ് ഞാൻ പറയുന്നത്. ആദിത്യ ബിർളയിൽ വരാണെങ്കിൽ 18,459 രൂപയാണ്. പ്രീമിയം പ്രായത്തിനനുസരിച്ചൊക്കെ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ നിവോപ്പയിൽ നോക്കുകയാണെങ്കിൽ 23,267. പക്ഷേ ഇവിടെ എന്തൊരു പ്രത്യേകത എന്ന് വെച്ചാൽ പ്രീമിയം ലോക്ക് ചെയ്യാനുള്ള ഒരു ഫീച്ചർ ഉണ്ട് നിവോപ്പയിൽ. അത് ക്ലെയിം എടുത്താൽ മാത്രമാണ് നമ്മുടെ പ്രീമിയം ചേഞ്ച് ആവുള്ളൂ നിവോപ്പയിൽ. റീഅഷ്യൂർഡ് അതേ ഫീച്ചർ തന്നെയാണ് ഇതിലും വന്നേക്കുന്നത്. സ്റ്റാർ ഹെൽത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് വരുന്ന 20,993 രൂപയാണ് വരുന്നത്. റൈഡർ ഇല്ലാണ്ട്. റൈഡർ ആഡ് ചെയ്ത് കഴിയുമ്പോൾ പ്രീമിയം കൂടും. നമുക്ക് എനി റൂമൊക്കെ ഫീച്ചേഴ്സൊക്കെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ പ്രീമിയം വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ടാറ്റേജിയുടെ ജിയോ പ്ലാനിലേക്ക് നോക്കുകയാണെങ്കിൽ പ്രീമിയം വരുന്നത്
15,568 രൂപ അടുത്താണ് വരുന്നത്. ഒരു റൈഡർ നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. റൈഡർ ആഡ് ചെയ്യുമ്പോൾ ഒന്നുകൂടി പ്രീമിയം കൂടും. തുടക്കത്തിൽ പറഞ്ഞ പോലെ ടാറ്റ ഒരു സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പോളിസിയാണ് ടാറ്റയുടെ ഈ ജിയോ പ്ലാൻ. അതുപോലെ തന്നെ പാരൻസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഒരു 60-55 വയസ്സുള്ള ഭാര്യയും ഭർത്താവ് എടുക്കുകയാണെങ്കിൽ ഒരു 5 lakhന് കെയർ ഹെൽത്തിലാണെങ്കിൽ 29,195 രൂപ അടുത്താണ് വരുന്നത്. അക്കോമഡേറ്റീവ് ബോണസ് സൂപ്പർ ആഡ് ചെയ്യുകയാണെങ്കിൽ 33,487. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു 5x കവറേജ് കിട്ടും. ഒരു 10 ലക്ഷം എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 5x കവറേജ് കിട്ടണമെങ്കിൽ ഈ റൈഡർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് അവൈലബിൾ ആണ്. ആദ്യത്തെ പേരിലേക്ക് നോക്കുകയാണെങ്കിൽ 30,108 രൂപ അടുത്താണ് വരുന്ന പ്രീമിയം ഈ ഒരു കാറ്റഗറിയിൽ. ഇതിൽ 5x കവറേജ് ഇൻബിൽട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഇതിൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നിവോപ്പയിലാണെങ്കിൽ പ്രീമിയം വരുന്നത് 36,749 രൂപ അടുത്താണ് വരുന്നത്. സ്റ്റാർ ഹെൽത്തിൽ നമുക്ക് ഈ ഒരു പോളിസി എടുക്കാൻ പറ്റുന്ന 50 വയസ്സ് വരെയുള്ളവർക്കാണ് ഈ ഒരു പോളിസി. അപ്പോൾ അതുകൊണ്ട് പാരൻസ് നമുക്കിതിൽ ആഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുപോലെ ടാറ്റ ഏജിൽ നോക്കുകയാണെങ്കിൽ പ്രീമിയം വരുന്നത് 29,375 രൂപയ്ക്ക് അടുത്തായിട്ടാണ് വരുന്നത്. ഈ പ്രൊഡക്റ്റുകളൊക്കെ പൂർണ്ണമാക്കുന്നത് ഈ റൈഡേഴ്സ് ആഡ് ചെയ്ത് കഴിയുമ്പോഴാണ് ഇതൊരു പെർഫെക്റ്റ് പ്രൊഡക്റ്റായിട്ട് മാറുന്നത് നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. ഇതിൽ നോക്കുകയാണെങ്കിൽ കെയർ ഹെൽത്തിൻ്റെ സൂപ്പറിലേക്ക് വരികയാണെങ്കിൽ ഒത്തിരി റൈഡേഴ്സ് അവർ പറയുന്നുണ്ട്. ഇതിൽ എയർ ആംബുലൻസ്, വെൽനസ് ബെനിഫിറ്റ്, കുമുലേറ്റീവ് ബോണസ് സൂപ്പർ, ആനുവൽ ഹെൽത്ത് ചെക്കപ്പ്, ഇൻസ്റ്റൻറ്റ് കവർ, ക്ലെയിം ഷീൽഡ്, കെയർ OPD, PED വെയിറ്റിംഗ് പീരീഡ് മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് നിരവധി റൈഡേഴ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും കെയർ ഹെൽത്തിൻ്റെ സുപ്രീമിൽ. ഇതിൽ മെയിനായിട്ട് നമ്മൾ കുമുലേറ്റീവ് ബോണസ് സൂപ്പർ ഓൾറെഡി ഇത് ഇൻബിൽട്ട് ആണ്. ഒരു 45 വയസ്സ് വരെയുള്ളവർക്ക് എയർ ആംബുലൻസും വെൽനസ് ബെനിഫിറ്റും കുമുലേറ്റീവ് ബോണസ് ഇൻബിൽട്ട് തന്നെയായിരിക്കും. കുമുലേറ്റീവ് ബോണസ് സൂപ്പർ എന്ന് ഉദ്ദേശിക്കുന്നത് നേരത്തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഒരു 5x കവറേജ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഒരു ബേസ് സം ഇൻഷുറൻസിൻ്റെ കൂടെ തന്നെ ഒരു 5x കവറേജും കൂടി നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഇൻസ്റ്റൻറ്റ് കവർ നമ്മൾ ആഡ് ചെയ്യണമെന്ന് എന്തിനാണെന്ന് വെച്ചാൽ BP, ഷുഗർ, കൊളസ്ട്രോൾ, ആസ്മ ഉള്ളവർക്ക് 30 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കവർ ചെയ്ത് കിട്ടും. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻസ്റ്റൻറ്റ് കവർ എന്ന് പറയുന്ന റൈഡർ നമ്മൾ ആഡ് ചെയ്യുന്നത്. ക്ലെയിം ഷീൽഡ് എന്തിനാണെന്ന് വെച്ചാൽ നോൺ മെഡിക്കൽ ഐറ്റംസ്, ഈ പഞ്ഞി, സിറിഞ്ച് അങ്ങനത്തെ ഉള്ള നിരവധി ഐറ്റംസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്ലെയിം ഷീൽഡ് എന്ന് പറയുന്ന റൈഡർ നമ്മൾ ആഡ് ചെയ്യുന്നത്. പിന്നെ കെയർ OPD ഉണ്ട്. നമുക്കൊരു പെരുടെ കൺസൾട്ടേഷൻ 500 വെച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ തന്നെ PED വെയിറ്റിംഗ് പീരീഡ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വെയിറ്റിംഗ് പീരീഡ് കുറയ്ക്കാം. ഇപ്പോൾ 48 മാസം എന്നുള്ളത് വേണമെങ്കിൽ 1 year, 2 year, 3 year ആയിട്ട് കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരം റൈഡേഴ്സ് കെയർ ഹെൽത്തിൽ വരുന്നുണ്ട്. അതുപോലെ ആദ്യത്തെ പേരിലേക്ക് നോക്കുകയാണെങ്കിൽ ഒത്തിരി റൈഡേഴ്സ് നമുക്ക് കാണാനായിട്ട് പറ്റും ഓപ്ഷണലായിട്ട്. ഇതിൽ കൂടുതൽ എല്ലാത്തിനെയും പറ്റി പറയാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിൽ മെയിനായിട്ട് ഞാൻ എടുത്തു പറയുന്ന ഒരു കാര്യം ക്രോണിക് കെയർ എന്ന് പറയുന്ന ഒരു റൈഡറാണ്, ഓപ്ഷണൽ റൈഡറാണ്. അതെന്തിനാ ആഡ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ BP, ഷുഗർ, കൊളസ്ട്രോൾ, അതുപോലെ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞവർക്കൊക്കെ ഈ Day 1 മുതൽ കവറേജ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ക്രോണിക് കെയർ എന്ന് പറയുന്ന ഒരു റൈഡർ ഇതിൽ കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇത്തരത്തിൽ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ആണെങ്കിൽ ഈ റൈഡർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഒത്തിരി റൈഡേഴ്സ് അതിൽ വരുന്നുണ്ട്. റൂം റെൻറ്റ് മോഡിഫിക്കേഷൻ ചെയ്യാം, ക്യാൻസർ ബൂസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് എക്സ്ട്രാ കവറേജ് കിട്ടാൻ വേണ്ടിയിട്ട്, ക്രിട്ടിക്കൽനെസ്, പേഴ്സണൽ ആക്സിഡൻറ്റ് പോൾ, അങ്ങനെ ഒത്തിരി റൈഡേഴ്സ് ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ നിവോപ്പയുടെ എക്സ്പയറിൽ നോക്കുകയാണെങ്കിൽ ഒത്തിരി റൈഡേഴ്സ് നമുക്ക് കാണാനായിട്ട് പറ്റും. നമുക്ക് ഹോസ്പിറ്റൽ ക്യാഷ്, സേഫ് ഗാർഡ് പ്ലസ് ഒത്തിരി റൈഡേഴ്സ് നമ്മൾ പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഒത്തിരി സമയം പോകും. അതുകൊണ്ട് അടുത്തൊരു വീഡിയോ ഇതിനു വേണ്ടി നമ്മൾ ചെയ്യുന്നുണ്ട് സെപ്പറേറ്റ് ആയിട്ട്. സേഫ് ഗാർഡ് ഇതിൽ മെയിനായിട്ട് എടുക്കേണ്ട ഒരു റൈഡർ സേഫ് ഗാർഡ് പ്ലസ് ആണ്. ഈ നോൺ മെഡിക്കൽ ഐറ്റംസ്, ഈ പഞ്ഞി, സിറിഞ്ച് അങ്ങനത്തെയുള്ള ഐറ്റംസ് കവർ ചെയ്യാൻ വേണ്ടി സേഫ് ഗാർഡ് പ്ലസ് എന്തായാലും നമ്മൾ ആഡ് ചെയ്യണം. അതുപോലെ ഫ്യൂച്ചർ റെഡി എന്ന് പറയുന്ന കല്യാണം കഴിയുന്നതിന് മുമ്പ് നമുക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. ഇപ്പോൾ സ്പൗസിന് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വേവർ ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട 2 റൈഡറുകൾ ഇതാണ്, സേഫ് ഗാർഡ് പ്ലസും ഫ്യൂച്ചർ റെഡി. ഒത്തിരി റൈഡേഴ്സ് വരുന്നുണ്ട്. നമ്മൾ മറ്റൊരു വീഡിയോയിൽ ഇതിന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ സ്റ്റാർ ഹെൽത്തിൻ്റെ നോക്കുകയാണെങ്കിൽ സ്റ്റാർ ഹെൽത്തിലും ഇതുപോലെ റൈഡേഴ്സ് വരുന്നുണ്ട്. കുമുലേറ്റീവ് ബോണസ് ബൂസ്റ്റർ എന്ന് പറഞ്ഞ നേരത്തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ 600% കിട്ടണമെങ്കിൽ നമ്മൾ ഈ ഒരു റൈഡർ ആഡ് ചെയ്താലാണ് നമുക്ക് 600% വരെ പോകാനായിട്ട് സാധിക്കുക കുമുലേറ്റീവ് ബോണസ്. അതുപോലെ തന്നെ റൂം മോഡിഫിക്കേഷൻ, നമുക്ക് ഷെയർഡ് റൂം വേണം എടുക്കാം, അല്ലെങ്കിൽ എനി റൂം എടുക്കാം, അങ്ങനെയുള്ളൊരു ഓപ്ഷൻസ് ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ നോൺ മെഡിക്കൽ ഐറ്റംസ് അവർ ലീസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ ഈ റൈഡർ ആഡ് ചെയ്താലാണ് ഇതിലും നോൺ മെഡിക്കൽ ഈ പറയുന്ന കൺസ്യൂമേഴ്സ് കവർ ചെയ്ത് കിട്ടുള്ളൂ. അതുപോലെ തന്നെ അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻ ആഡ് ചെയ്ത് കിട്ടണമെങ്കിൽ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതിലും നമ്മൾ റൈഡർ ആഡ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഒരു പ്രൊഡക്റ്റ് കംപ്ലീറ്റ് ആവണമെങ്കിൽ റൈഡറൊക്കെ ആഡ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് ഒരു നല്ലൊരു പെർഫെക്റ്റ് പ്രൊഡക്റ്റായിട്ട് മാറ്റാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. അതുപോലെ തന്നെ ടാറ്റയുടെ പോളിസിയിലേക്ക് വരാണെങ്കിൽ തന്നെയും ഒത്തിരി റൈഡേഴ്സ് അവിടെയും അവൈലബിൾ ആണ്. റീസ്റ്റോർ ഇൻഫിനിറ്റി, എയർ ആംബുലൻസ്, കൺസ്യൂമർ ബെനിഫിറ്റ്, അഡ്വാൻസ്ഡ് കവർ. ഇതിൽ അഡ്വാൻസ് കവർ എന്ന് ഉദ്ദേശിക്കുന്ന BP, ഷുഗർ, കൊളസ്ട്രോൾ അങ്ങനെയുള്ള അസുഖങ്ങൾ 30 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പ്രിവെൻറ്റീവ് ഹെൽത്ത് ചെക്കപ്പിന് വേണ്ടിയിട്ട് റൈഡേഴ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആവശ്യാനുസരണം ഈ റൈഡേഴ്സ് ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മളിന്ന് 5 ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളുടെ പ്രൊഡക്റ്റുകൾ പറ്റിയിട്ടാണ് കമ്പാരിസൺ വീഡിയോ ചെയ്യാനായിട്ട് ശ്രമിച്ചത്.
കമ്പാരിസണിലേക്ക് നോക്കണം, ഒത്തിരി ഫീച്ചേഴ്സ് ഓരോരോ പോളിസികളിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ ഫീച്ചേഴ്സും ഒരു വീഡിയോയിൽ തന്നെ പറഞ്ഞു തീർക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. അപ്പോൾ വരും ദിവസങ്ങളിൽ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ഓരോരോ കമ്പനിയുടെ പ്രൊഡക്റ്റുകളെ പറ്റിയിട്ട് ഇൻഡിവിജ്വലായിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. എങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. ഇതൊരു പിക്ചർ, ഏകദേശം ഒരു പിക്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു വീഡിയോ ചെയ്തത്. റൈഡേഴ്സും അല്ലാതെ ആഡ് ചെയ്തിട്ട് എങ്ങനെയാണ് വരുന്ന ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ ചെയ്യാനായിട്ട് കാരണം. അപ്പോൾ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ താഴെ തരുന്നുണ്ട്. അതിലേക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ ഇടുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പോളിസിയൊക്കെ എടുക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ സമീപിക്കാവുന്നതാണ്. അപ്പോൾ നന്ദി, നമസ്കാരം. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു.